എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയുന്നത് നമ്മൾ എത്ര ചെറുപ്പക്കാരിൽ മുതൽ ചെറുപ്രായം മുതൽ തന്നെ 90 വയസ്സ് 100 വയസ്സായ ആളുകളായാൽ പോലും ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനത്തിന്റെ പരമായിട്ട് വളരെ വീക്കാണ്. കാരണം ചില പഴയ കാലത്തൊക്കെ മരിക്കുന്നത് വരെ ഉണ്ടായിരുന്നത് ഇന്ന് ജനിക്കുമ്പോൾ തന്നെ നഷ്ടപ്പെടുന്ന ഒന്നായി മാറി ലൈംഗിക ബലം. അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാല് നമ്മുടെ ശരീരത്തിനുള്ള ധാതുപുഷ്ടി അതൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടും മറ്റുള്ള അസുഖങ്ങളൊക്കെ പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോൾ ഇതൊക്കെ കാരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈംഗികപരമായിട്ടുള്ള ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷുഗറിന് ഗുളിക കഴിക്കുന്നുണ്ട്, പ്രഷറിന് ഗുളിക കഴിക്കുന്നുണ്ട്, പിന്നെ ബ്ലോക്കിന് ഗുളിക കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ അസുഖത്തിനും ഗുളികയും മരുന്നും കഴിക്കുന്നവരാണ്. അപ്പോ ഈ നായക്കൊണ്ട പരിപ്പ്, അമക്കോലും, ശതവാരിക്കിഴങ്ങ്, നിലപ്പനം കിഴങ്ങ്, പാലമുതിക്കും കിഴങ്ങ്, ലവങ്കം, പച്ചില, നാഗപ്പൂ, കുറുന്തോട്ടി, തഴുതാമ, നെരിഞ്ഞില്, സഫേദ് മുസലി അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൂട്ടിയിട്ടുള്ള പൊടികളൊക്കെയാണ് ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നായക്കൊണ്ട പരിപ്പും അമുക്കൂരൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ലിവറിന് എത്രമാത്രം ബാധിക്കും, ഹാർട്ടിന് എത്രമാത്രം ബാധിക്കും എന്നുള്ളതിനൊക്കെ ഈ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു പേടി ഉണ്ടായിരിക്കും. ഡോക്ടർ പറയും മറ്റുള്ളൊരു സാധനം കഴിക്കരുതെന്നും പറയും. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായി ദാമ്പത്യ ജീവിതത്തിൽ ഭയങ്കര പരാജയം ഉണ്ടാവും. ലൈംഗികത എന്ന് പറഞ്ഞ സാധനം 1.5 വയസ്സായ കുട്ടികളെ പോലെയാണ് ചുങ്ങിയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അതുപോലെ ലിംഗം തന്നെ സാധനം മൂത്രം ഒഴിക്കാൻ നേരത്തെ തന്നെ പിടിച്ച് വലിച്ചു നീട്ടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പലർക്കും ഉള്ളത്. പക്ഷേ ഇതൊന്നും ഒരു മരുന്നും നമുക്ക് കഴിക്കാനും പറ്റില്ല. എന്താണ് ഇതിന് പരിഹാരം എന്നുള്ളതാണ് നമ്മുടെ കാർത്തിക ആയുർവേദിക് സഞ്ജൂർ നമ്പേശമ്പടി പ്രസാദ് വൈദ്യർ നിങ്ങളോട് ചോദിക്കുന്നത്. ആ പരിഹാരത്തിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നും അകത്തേക്ക് കഴിക്കാതെ തന്നെ പുറമെ തന്നെ നമ്മൾ ഈ എണ്ണ പുരട്ടി കഴിഞ്ഞാൽ, വാജീകരണ എണ്ണയാണ്, തൈലാണ്, ഇത് പുരട്ടി കഴിഞ്ഞാൽ ലിംഗം എന്ന് പറഞ്ഞാൽ ഒലക്ക പോലെയാവും. കുതിരശക്തി എന്നല്ല, അത്ര പവർഫുൾ ആവുന്ന തരത്തിലാണ് ഈ സംഭവം. ഈ തൈലം കാച്ചാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ കാച്ചാം. പക്ഷേ ഇത് കാച്ചാൻ വേണ്ടി നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മരുന്നുകൾ വാങ്ങിക്കൊണ്ടിരണം, അത് വീട്ടിൽ കുറച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ വലിയൊരു നഷ്ടം കൂടിയാണ്. ഇതിന് നമുക്ക് 200 മില്ലിക്ക് 350 രൂപയാണ് വില. ഇത് ഒരു ബോട്ടിൽ തന്നെ ഉപയോഗിക്കുമ്പോഴേക്കും ഇത് എത്ര വീക്കായിട്ടുള്ള ആളുകൾക്കും അവിടേക്കുള്ള ലിംഗത്തിലേക്കുള്ള രക്തക്കുഴലുകളൊക്കെ ബലപ്പെട്ട് നാഡീഞരമ്പുകളൊക്കെ ഉത്തേജിച്ച് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന മാറും. ലിംഗം ചുങ്ങിയത് മാറും. അതുപോലെ തന്നെ നീളം കുറഞ്ഞ മാറും. വണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ആവുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ കുളിക്കുന്നേക്കാൾ മുമ്പ് നമ്മൾ ലിംഗത്തിന്റെ മുകളിൽ നിന്ന് പരട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ കുളിക്കുന്ന പോലെ കുളിക്കേ വേണ്ടുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും നമുക്ക് ഫലം കിട്ടുന്നില്ല. അകത്തേക്ക് ഒന്നും കഴിക്കണ്ട. പക്ഷെ പിന്നെ ഇത് നിങ്ങൾക്ക് പോസ്റ്റിൽ അയച്ചു തരും. നമുക്കിതിന്റെ ലൈസൻസും ISO ലൈസൻസും ഇതൊക്കെ ഉണ്ട്. ഈ അപ്പോൾ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലുള്ള സ്റ്റിക്കർ എന്നാണ് ഒന്നാമത്തെ പ്രശ്നം. കാരണം മരുന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇത് പറയാൻ കാരണം നമ്മളോട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് കേട്ടോ. നിങ്ങൾ അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അതൊരു സംശയമായിട്ട് നിൽക്കുന്നുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉള്ള അനുഭവത്തിലുള്ളതാണ് ഈ പറയുന്നത്. നമ്മൾ ഈ മരുന്നിന്റെ കുപ്പിയുമുള്ള സ്റ്റിക്കർ ഒരു സെക്സ് ഫോട്ടോ ആണ് അതിന്റെ മുകളിലുള്ളത്, കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ്, ഈ വാജീകരണ തൈലം ആയതുകൊണ്ട്. അപ്പോൾ ആ ഫോട്ടോ നമ്മൾ ഇത് ഒട്ടിച്ച് തരുമ്പോൾ വീട്ടുകാർ വിചാരിക്കും ഇനിയിപ്പോ ഇതിപ്പോ എന്തിനാണ് ഇപ്പൊ ഇതെന്ന് തോന്നണ്ട. നമ്മളില്ലാത്ത സമയത്താണോ വീട്ടില് ഈ തൈലം വന്നെന്നുണ്ടെങ്കിൽ അത് വീട്ടുകാർ എടുത്ത് നോക്കുമല്ലോ. അപ്പൊ അത് അതിനപ്പോ ഒന്ന് തോന്നി ഒരു ചമ്മലി ഫീൽ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ ഈ സ്റ്റിക്കർ ഇല്ലാണ്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് മരുന്ന് നിങ്ങളെ വീട്ടിലെത്തി കഴിഞ്ഞാൽ അത് കൈകാല് കടച്ചെല്ലാന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണെന്ന് അറിയോ, എല്ലാവരുടെയും പ്രശ്നം ഈഗോയാണ്. നമ്മൾക്ക് ഇത്രയും വീക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ പ്രശ്നത്തെ നമ്മൾ പറഞ്ഞ് പരിഹരിക്കുന്നതിന്റെ ഉള്ളിൽ തന്നെ നമുക്കത് എങ്ങനെ അവതരിപ്പിക്കും, അവരെന്ത് വിചാരിക്കും, മറ്റൊരറിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നമ്മൾ ഈ ബലഹീനതയായിട്ട് നമ്മൾ ജന്മം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്കറും ഇല്ല, ഒന്നുമില്ല. അതിന്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് തരാട്ടോ. അതിന്റെ ഒട്ടിക്കാതെയോ അല്ലെങ്കിൽ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ തരാം. ഇത് നമ്മൾ സ്വന്തമായിട്ട് കാച്ചുന്നതാണ്. നമ്മൾ കുറുന്തോട്ടി, അമുക്കൂരം ഇതൊക്കെ നമ്മൾ പുഴുങ്ങിയിട്ട് മാതളത്തോട് ഒക്കെ കൂടിയിട്ട് കഷായം വെച്ചിട്ട് ഈ കഷായത്തിൽ ആണ് നമ്മൾ അശ്വഗന്ധം, അമുക്കൂരം, അശ്വഗന്ധം, നായക്കൊണ്ടപ്പരിപ്പ്, ശതവാരിക്കിഴങ്ങ്, നിലപ്പനം കിഴങ്ങ്, പാൽമുതിക്കും കിഴങ്ങ്, ലവങ്കം, പച്ചില, നാഗപ്പൂ, കുറുന്തോട്ടി, തഴുതാഴ്മ, ഞെരിഞ്ഞല്, സഫേദ് മുസ്ലിം, മുരിങ്ങാക്കുരു ഇതൊക്കെ കൂടിയിട്ട് അതിൽ കുറുന്തോട്ടി ഇതൊക്കെ വേറെ കഷായം വെച്ചിട്ട് കൂടിയിട്ടാണ്. മാതളത്തോട്
ഇരട്ടി മധുരം, ഇതൊക്കെ കൂടി കഷായം വെക്കും. ഈ മറ്റു മരുന്നുകളൊക്കെ നമ്മൾ പൊടിയാക്കിയിട്ട് കൽക്കമായിട്ടാണ് ഇത് കാച്ചണത്. ഇത് കാച്ചുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ടുകൊണ്ട് പാളിച്ച് കാച്ചാൻ പറ്റില്ല. കാരണം ഈ മരുന്നിന്റെ സത്ത് എണ്ണയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ടൈം എടുത്തിട്ടാണ് ഇത് കാച്ചുക. ഇത് കാച്ചുമ്പോൾ തന്നെ ഏതാണ്ട് 10 കിലോ കാച്ചി കഴിഞ്ഞാൽ നമുക്കൊരു 6.25 6 കിലോനൊക്കെ കിട്ടുള്ളൂ. കാരണം അത്രയ്ക്കധികം ഇത് വറ്റിപ്പോവും. കാരണം സാധാരണ ഈ ആയുർവേദ ഷോപ്പുകളിലൊക്കെ തൈലങ്ങൾ കാച്ചുമ്പോൾ ഒരു 10 ലിറ്റർ കാച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 9.5 ലിറ്ററും അവർക്ക് കിട്ടും. കാരണം വെച്ചാൽ ഒന്ന് തിളയ്ക്കുന്നതും ആ കളറും കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. നമുക്കെന്ന് പറയുന്നത് ഞാനായിട്ട് ഉണ്ടാക്കുന്നതും നിങ്ങളുടെ കേട് മാറാൻ വേണ്ടിയിട്ടും ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മുടെ സ്വന്തം സ്ഥാപനത്തിൽ കാച്ചുന്നതും ഒക്കെ ആയതുകൊണ്ട് ഫലം ഉണ്ടാവേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. മറ്റേതെന്ന് പറഞ്ഞാല് നമ്മൾ കൈമാറി കൊടുത്തിട്ട് അവർക്കൊരു കമ്മീഷൻ ഇവർക്കൊരു കമ്മീഷൻ ഇതൊന്നുമില്ല. ഇതിൽ നമ്മൾ നേരിട്ട് നിങ്ങൾക്ക് അയച്ചു തരികയാണ്. ഈ അയച്ചു തരുന്നതിന് ഈഗോസ് ആളുകളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിക്കറിന്റെ കാര്യം പറയാൻ കാരണം. ഇത് ഉപയോഗിച്ച് ആൾക്കാർ വീട്ടുകാർ അറിയോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ആ സംഭവം വരെ ഒഴിവാക്കി തരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഈഗോസൊക്കെ കാരണം കുടുംബം തകരുന്നതും ഓരോ വ്യക്തികളുടെയും സന്തോഷവും സമാധാനവും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നോക്കിക്കാനായിട്ടും അമ്പലത്തിലേക്കായിട്ടും ശാന്തിയായിട്ടും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പല മേഖലയിലേക്കും ഈ ദാമ്പത്യ പ്രശ്നമായിട്ട് വരുന്നത് കൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിപൂർണ പരിഹാരമാണ് ഒരു 350 രൂപ മുടക്കി കഴിഞ്ഞാൽ. ഈ 350 രൂപ മുടക്കി നമ്മൾ ഈ തൈലം നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്ന തരത്തിലാണ് ഇത് അയച്ചു തരിക. അത് നമ്മൾ പോസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു മണിക്കൂർ ഇതായിട്ട് കഴിഞ്ഞാൽ നാഡീജനങ്ങളൊക്കെ ഉത്തേജിച്ച് ഒരു സെറ്റപ്പായി വരുന്നത് ഉണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം കൂടി വാങ്ങിക്കാം. അത്രേ വേണ്ടി വരുള്ളൂ. കാരണം മൊത്തം ഒന്നും പറ്റണ്ടല്ലോ. നമ്മളിപ്പോൾ ലിംഗത്തിന്റെ ആ മറ്റേ മണിത്തരിയുടെയും മാത്രമല്ലേ പറ്റണ്ടോ. അത് പറ്റിയിട്ട് കുറച്ചൊന്നും ഇതായി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസത്തേക്കൊക്കെ ഉണ്ടാവും. അത് കുറച്ചും കൂടി നീട്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി വാങ്ങാം എന്ന് പറഞ്ഞത്. സ്ഥിരമായിട്ട് ഉപയോഗിക്കണമൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിനു വേണ്ടി മാത്രം നമ്മൾ പണം മുടക്കാൻ ചിലപ്പോൾ ഇല്ലാത്തവരോ ഒന്നും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതിന്റെ പിന്നിലെ കാര്യം തന്നെ ഇതാണ്. വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റാത്തവര്, മറ്റ് രോഗങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് സാഹചര്യമില്ലാത്തവര്, ഫ്ലാറ്റിലോ കോട്ടേഴ്സിലോ ഒക്കെ താമസിക്കുന്നവര്, ഇതിനു വേണ്ടി മരുന്നുകളും കാര്യങ്ങളും മേടിച്ച് സെറ്റപ്പാക്കാൻ പറ്റാത്തവര്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പരിഹരിക്കുകയും വേണം. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണിത്. ഇവർക്ക് വേണ്ടിയിട്ട് എന്നല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രശ്നം ഒരുപാടുള്ളത് കൊണ്ടുമാണ് ഇത് തയ്യാറാക്കിയത്. പക്ഷെ അകത്തേക്ക് കഴിക്കുന്ന ഒരുപാട് മരുന്നുകളുണ്ട്. ഈ മരുന്നുകളൊക്കെ നമുക്ക് പല പല അസുഖങ്ങളുള്ള ആളുകൾക്ക്, ഇപ്പം കിഡ്നിക്കോ ലിവറിനോ ഹാർട്ടിനൊക്കെ പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ അത് കഴിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുമ്പോൾ ആ ഡോക്ടർ പറയും എന്താണ്, നിങ്ങൾ വേറുള്ളൊരു മരുന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പോഴാണ് ഇതൊന്നും കഴിക്കാതിരിക്കുക. എന്നാൽ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ട മരുന്നും കൂടിയാവും. കാരണം വെച്ചാൽ ഈ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, പിന്നെ അങ്ങനെ തന്നെ ലിവറിനോ ഹാർട്ടിനോ ഒക്കെ ഉള്ള മറ്റ് പ്രശ്നങ്ങൾക്ക് വേണ്ടി മരുന്ന് കഴിക്കുമ്പോൾ അതും ഡോക്ടർമാരെടുത്ത് പറയും വേറൊന്നും കഴിക്കരുത്. അപ്പോൾ നമുക്ക് ഈ ലൈംഗിക ഉത്തേജനത്തിന് ഉള്ളിലേക്ക് കഴിക്കാതെ പുറമേ തന്നെ പരട്ടിക്കഴിഞ്ഞാൽ ഒലക്കിണിട്ടാകും. ഇത് എന്ന് പറഞ്ഞാല് വെറുതെ ഭംഗി വാക്ക് പറഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ തിളപ്പിച്ച് തരുന്ന കേസല്ലത്. ഇതെന്ന് പറഞ്ഞാല് നമ്മൾ വൈദ്യരാണ്, അതുകൊണ്ട് കണ്ടമാനം പേഷ്യൻസ് ഞങ്ങൾ ഇത് കൊടുക്കുന്നതാണ്. ഈ കൊടുത്തിട്ട് റിസൾട്ട് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് അനുഭവം ഉള്ളത് കൊണ്ടും ആണ് മറ്റുള്ള ആളുകൾ ഇത് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ആയിട്ട് ചെയ്തത്. പച്ചയിൽ ഇത് പറയാൻ തന്നെ കാരണം അതാണ്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും പ്രശ്നം ഉള്ളിൽ ഒതുക്കി കടിച്ചമർത്തി നിൽക്കുന്നവർക്ക് പരിപൂർണമായിട്ടുള്ള ദാമ്പത്യ ജീവിതം നമ്മൾക്ക് ആനന്ദമാവും. ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യം അനുഭവിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയെ കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ആനന്ദം. ആ ആനന്ദത്തിലേക്ക് നമുക്ക് കടക്കുന്നതിന് ഏറ്റവും വലിയൊരു തകർച്ച എന്ന് പറയുന്നത് ലൈംഗിക ബലം തന്നെയാണ്. സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് താല്പര്യമൊന്നുമില്ലെങ്കിലും നമുക്ക് പല കാര്യങ്ങളും ചെയ്തിട്ട് അവരെ ഉത്തേജിപ്പിക്കാൻ പറ്റും.
പക്ഷെ പുരുഷന്മാർക്ക് ലിംഗം മിനിറ്റില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ചൂട്ടും കെട്ട് കൊണ്ടുപോയി കത്തിച്ച് പിടിച്ചാൽ ഇത് കരിഞ്ഞു പോകുന്നല്ലാണ്ട് ഒരു എണ്ണക്ക് ഇളകൂല. ഇളകണം എന്നുണ്ട് വെച്ചെങ്കിൽ അവിടേക്കുള്ള ബ്ലഡിന്റെ സർക്കുലേഷൻ വേണം. അവിടേക്ക് നമുക്ക് ഉത്തേജനത്തിന് വേണ്ടിയിട്ടുള്ള നാഡീഞരമ്പുകൾ ഓരോതൊക്കെ തുറക്കണം. ആ മനസ്സിൽ വികാരം തോന്നുമ്പോൾ ലിംഗത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ചെയ്യുന്ന ധാതുപുഷ്ടി എന്ന് പറഞ്ഞ എനർജി അവിടെ വർക്കൗട്ട് ആവും. അങ്ങനെയാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം ആനന്ദപൂർണ്ണമാവും. അപ്പൊ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരിഹാരമാവും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യം എന്തായാലും ഉണ്ടായിരിക്കും. ഒരു വൈദ്യനും ജ്യോത്സ്യനും മാന്ത്രികനും നിങ്ങളുടെ വിരൽത്തുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.